മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടുള്ള മുളക് ബജിയാണ്. അത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അതിൽ കൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജിക്ക് ഞാൻ ഇതുപോലത്തെ വലിയ മുളകാണ് എടുത്തിരിക്കുന്നത്. മാർക്കറ്റിലൊക്കെ നമുക്ക് ഈ ബജി ഉണ്ടാക്കാനുള്ള മുളക് കിട്ടും. അത് കുറച്ച് വലുതായിട്ട് ആണ് ഉണ്ടാവുക. അത് നടു കീറിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഞാനിത് ഫുള്ളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരുടെ സൗകര്യം പോലെ ഇത് പൊളിച്ചിട്ടും പകുതിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലവർ. പക്ഷേ ഞാനിത് മുഴുവനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വിത്തൊക്കെ നമുക്ക് മാറ്റണം. കാരണം ഈ മുളക് ബജി ഭയങ്കര എരിവായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ വിത്ത് അതുപോലത്തെ ഈ നാരൊക്കെ നമുക്കൊന്ന് കീറിയിട്ട് മാറ്റിയെടുക്കാം. അതൊന്ന് കീറിയ ശേഷം നമുക്കൊന്ന് കൈ വെച്ചിട്ട് കുടയുകയാണെങ്കിൽ അതെല്ലാം താഴെ ചാടും. നമുക്ക് കൈ കൊണ്ട് മുഴുവനായിട്ടും അത് നീക്കം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൈ വെച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്താലും മതി. പിന്നെ 1 2 ഒക്കെ നിൽക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് എരിവുണ്ടാവും. ഇനി അതിൻ്റെ നമ്മൾ ആ കീറിയ ഭാഗത്ത് കുറച്ച് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നൈസായിട്ട് അരിയണം. പിന്നെ ഞാൻ പുളി നല്ല കട്ടിക്ക് കുതിർത്തി, വാളൻ പുളി കുതിർത്തി എടുത്തതാണത്. അതൊരു 3 ടീസ്പൂണ് ഒഴിച്ചു. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്. എരിവുള്ളതുകൊണ്ട് നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ കീറി വെച്ചിട്ടുള്ള മുളകിൻ്റെ ഉള്ളിൽ അത് നിറച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് നിറയ്ക്കണമെന്നില്ല. നമുക്ക് ഓരോ കൈ വെച്ചിട്ട് ഓരോ ലേശം ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എടുത്തിട്ട് മുളകിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അത് നിറച്ച് കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റാണ്. പുളിരസവും എല്ലാം ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് ബജിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. ഇതവിടെ മാറ്റി വയ്ക്കാം ഇതുപോലെ നിറച്ച ശേഷം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത് എത്ര മുളകുണ്ടെന്ന് വെച്ചാൽ ഏകദേശം അതിനൊരളവായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ ഇല്ല, അതൊരു 3/4 ടീസ്പൂണായിട്ടാണ് അതിന് ചേർക്കുന്നത്. അതുകൊണ്ട് 2.5 ടീസ്പൂണായിട്ട് ചേർത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എരിവിനും കളറിനും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ പാകത്തിന് ഇതിലേക്ക് വേണ്ട ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടി തന്നെ അത് മിക്സ് ആകുമ്പോഴാണ് നമുക്കത് എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ പൊടികളൊക്കെ നിൽക്കും. അതുകൊണ്ട് ആദ്യം പൊടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മാവ് തയ്യാറാക്കാൻ. നമുക്ക് ഇങ്ങനെ ഓരോ ലേശം ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് കൃത്യമായിട്ടൊരളവൊന്നും ഈ വെള്ളത്തിന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര കടലമാവ് എടുത്തിരിക്കുന്ന അരിപ്പൊടി എടുത്തിരിക്കുന്ന അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്തിട്ട് മാവാക്കി കൊടുക്കാൻ. നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് ഇതിന് ചെറുതായിട്ടൊരു മുറുമുറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ ഇതൊരു വിധം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പാകാക്കി എടുക്കാം. കയ്യിൽ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഈ മാവ് പുരണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ പാകം മതി. ഇത്രയും മതി. ഇനി നമുക്കിത് വറുത്തെടുക്കാൻ നോക്കാം. അതിൻ്റെ മുന്നേയിട്ട് നമ്മളിതിലൊരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള് മതി, അധികം ആവരുത്. അപ്പത്തിലൊക്കെ ചേർക്കണ പൊടിയാണ്. അത് ചേർത്ത് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് വറുത്ത്
കോരണ്ട പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കണത്, കാരണം അപ്പോഴേ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ എണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ അതിൽ നിന്ന് ഞാൻ ആ മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷമാണ് മുളക് ചേർത്തിട്ട് എണ്ണയിലേക്ക് ഇടുന്നത്. കാരണം നമുക്ക് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ടീസ്പൂൺ ചെറിയ ചൂടുള്ള എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ എണ്ണ നന്നായി മൂത്ത ശേഷം നമുക്ക് മുളക് ഓരോന്നായിട്ട് മുക്കി അതിലേക്ക് ഇടാം. നല്ല ഫ്രഷായിട്ടുള്ള മുളകാണെങ്കിൽ നമുക്ക് കുറച്ച് മാവ് അതിൽ പുരട്ടിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അത് ശ്രദ്ധാപൂർവം ചെയ്യുന്നെ വേണം, അല്ലെങ്കിൽ ഒന്ന് വാട്ടിയ മുളകാണെങ്കിലാണ് കുഴപ്പമില്ല. അത് വാട്ടിയെടുക്കാൻ വേണ്ടി നമുക്കൊരു ലേശം ചുടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ മതി. പക്ഷെ നമ്മളതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ് വെച്ചതുകൊണ്ട് എനിക്കത് ചുടുവെള്ളത്തിൽ വാട്ടിയെടുക്കാനൊന്നും പറ്റിയില്ല. നല്ല ഫ്രഷായിട്ടുള്ള മുളകിൽ തന്നെയാണ് ഞാൻ മാവ് മുക്കിയിട്ടത്. എന്നാലും കുഴപ്പമില്ല, ഒരുവിധം അത് നന്നായിട്ട് മാവ് അതിൽ കോട്ടിങ്ങായി വന്നിട്ടുണ്ട്. ഇനി 2 സൈഡും ഇതുപോലെ മൂപ്പിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ നമുക്കത് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇത് കീറിയെടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് മുഴുവനായിട്ടും എടുത്തത്. അപ്പോൾ കുറച്ച് വലിയ ബജിയായിട്ട് കിട്ടും നമുക്ക്, അത്രേ വ്യത്യാസമുള്ളൂ. ടേസ്റ്റ് ആണെങ്കിലോ നല്ല ടേസ്റ്റായിട്ടാണ് ഇതുണ്ടാവുക. അപ്പോൾ നമ്മുടെ ബജി ഇതുപോലെ തയ്യാറായിട്ടുണ്ട്. ഞാനെല്ലാം ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതാണിത്. 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ടത്, എണ്ണയിലേക്ക് ഇട്ടെടുത്തത്. അത് നമ്മളെ സൗകര്യം പോലെയൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ചേർത്തതുകൊണ്ട് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.